നമുക്ക് വളരെയധികം നേരം നീണ്ടുനിന്ന പഠനങ്ങളിൽ കൂടെയാണ് കടന്നുപോയത്. ഇവിടെ പലർക്കും അവരിരുന്ന് തിരികെ മറിയുകയും ചെയ്യുമ്പം കോഫി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇരിക്കുന്ന സ്ഥലങ്ങളിൽ. തീർച്ചയായിട്ടും വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അവിടെ കോഫി കൊടുത്താൽ കൊള്ളാം, ഇവിടെ വെള്ളം കൊടുത്താൽ കൊള്ളാമെന്നൊക്കെ നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് മനസ്സിലാക്കിയത്? സിംറ്റമാറ്റിക് അപ്രോച്ച് എന്നൊക്കെ വേണേൽ അതിനെ വിളിക്കാം. അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാകും അവർ എന്താണ്. കാരണം ഇത്രയും നീണ്ടു നിൽക്കുന്ന സമയം നമ്മൾ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അത് വലിയൊരു ക്രൗഡുണ്ട്, അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട്. സോ നമ്മളുടെ ഈ ഒരു കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ ബൃഹത്തായ ഒരു അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻഡേർഡിൻ്റെ അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റായ COP20 ഡിസ്കസ് ചെയ്യുമ്പോൾ സിംറ്റമാറ്റിക് treatment is provided and where appropriate measures are taken for the alleviation of pain. ആ ഒരു പെയിനിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത് ഇമ്പ്രൂവ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ആ ഒരു പ്ലാൻ അലിവേഷൻ നടത്തുമ്പോൾ നമ്മൾ ആ മെഷേഴ്സ് എന്തൊക്കെയാണ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. നമുക്കിപ്പോൾ എവിടെയാണ് ഒരു പേഷ്യൻറ്റിന് ഒരു എൻഡ് ഓഫ് ലൈഫ് ട്രീറ്റ്മെൻറ്റിൽ സിംറ്റംസ് കുറയ്ക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് വിവരിക്കപ്പെടുന്നതാണ്. ആ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് നമ്മൾ മാനേജ് ചെയ്യണം. അവരുടെ ഡിസിഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. എത്രമാത്രം നിയമം അനുവദിക്കുന്നുവോ ആ അളവ് വരെ ആ ഫാമിലിയുടെ ചോയ്സുകളെ റെസ്പെക്റ്റ് ചെയ്യണം. ഫാമിലിക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എൻഡ് ഓഫ് ലൈഫ് സപ്പോർട്ട് ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാമിലിക്ക് അവിടെ പല കാര്യങ്ങളും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം, ആ മെഷർമെൻറ്റ്സിനെ നീഡ് ചെയ്തിട്ട്. സോ പേഷ്യൻറ്റിൻ്റെ ജനനം മുതൽ നമ്മൾ കണ്ടു ഒബ്സ്ട്രിക് കെയർ, നിയോനാറ്റൽ കെയർ, പീഡിയാട്രിക് കെയർ, നമ്മുടെ അനസ്തേഷ്യ, സർജറി, അങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിൽ കെയർ കൊടുക്കുന്നവരാ നമ്മൾ അവസാനം അവരുടെ മരണം ആഘോഷിക്കാനും ജീവിതത്തിൽ വിജയിച്ചു വന്ന് മരണം സുഖകരമായി കൈപ്പിടിയിൽ ഒതുക്കാനും നമുക്ക് സഹായിക്കാൻ കഴിയണ്ടേ? സോ എൻഡ് ഓഫ് ലൈഫ് കെയർ വളരെ മനോഹരമാക്കുന്നതിന് നമ്മുടെ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യാനാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ സ്റ്റാൻഡേർഡുകളിൽ കൂടെ 20 സ്റ്റാൻഡേർഡുകൾ നമ്മൾ പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നതിൽ നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ കെയറുകൾ എങ്ങനെ കൊടുക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലമായി മാറും. അത് പിന്നീട് നമ്മുടെ പ്രവൃത്തിയിൽ ആരും നിർബന്ധിക്കാതെ നടന്നു പോകുന്ന ഒരു കാര്യമാകും. ഒരു ഇൻസ്പെക്ഷൻ വന്നാലോ വന്നില്ലെങ്കിലോ ഇതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിലെ ശീലമായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഹോസ്പിറ്റൽ എനിക്കറിയാം ഈ ദിവസങ്ങൾ എടുക്കുന്ന റിസ്ക് വളരെ വലുതാണ്. അനേകം പേര് മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എടുക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന റിസ്ക് എത്ര വലുതാണെന്ന് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹോസ്പിറ്റലുകളുടെ സ്റ്റാൻഡേർഡിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഉറപ്പാണ്. ഈ ഒരു കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 20 സ്റ്റാൻഡേർഡുകളിൽ 136 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ നമ്മളിവിടെ പഠിച്ച് നമ്മളുടെ പ്രൊഫഷൻ്റെ പാർട്ടാക്കി പ്രാവർത്തികമാക്കാൻ ഇവിടെ തുടങ്ങുകയാണ്. ഇവിടെ തീർക്കുകയല്ല, ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് പേഷ്യൻ്റ് കെയറിൽ ഇത് വലിയ റിസൾട്ടുകൾ തരും. നമ്മുടെ നാട് മറ്റുള്ളവർ ഒരു സ്റ്റാൻഡേർഡുള്ള സേഫായിട്ടുള്ള ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് നാടാണെന്ന് നാളെ അറിയാനായിട്ട് നമ്മുടെ ഈ പഠനങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതം, പ്രൊഫഷൻ, നമ്മുടെ പേഷ്യൻസ് എല്ലാവരും ഇതിൽ ബെനിഫിറ്റ് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ ഡിസ്കഷൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.